ഹായ് ഫ്രണ്ട്സ്, sncreationsbythahisaif എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി നെക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പാറ്റേൺ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നമ്മൾ നല്ലൊരു സ്ക്വയർ നെക്കാണ് ചെയ്തേക്കുന്നത്. നമ്മളൊരു ഹൽദി ഡ്രസ്സാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാറ്റേൺ വരുന്നുണ്ട് ഇതുപോലെയാണ്. ഞാനിവിടെ കുറച്ച് റൗണ്ട്സ് വരച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ അതിൽ മിഡിലായിട്ട് വരുന്ന റൗണ്ട്സ് ഇച്ചിരി വലുതാണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ റൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ ഇത്ര ആയിരിക്കത്തില്ല, കുറച്ച് വലുപ്പം കൂടുതലായിരിക്കും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചെറിയ റൗണ്ട്സ് കൊടുത്തേക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ റൗണ്ട് കൊടുത്തേക്കുന്ന ഉള്ളിലെല്ലാം നമ്മൾ കൊടുക്കേണ്ടത് ഷുഗർ ബീഡ് വെച്ച് ചെറിയ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ ഇവിടെ നമ്മൾ കുറച്ച് ലീവ്സ് കൊടുത്തേക്കുന്നില്ലേ, അവിടെയും നമ്മളിതുപോലെ ഷുഗർ ബീഡ് വെച്ച് ചെറിയൊരു ഫ്ലവർ കൊടുക്കുന്നുണ്ട്. 2 കളറിൽ ബീഡ്സ് ഉപയോഗിച്ച് ലീഫ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പ്രെഡിങ് കൊടുത്തിട്ടുണ്ട്. റെഡ് കളർ ഷുഗർ ബീഡ് വെച്ച് ഇതുപോലെ ഓൾ ഓവർ സ്പ്രെഡിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഞാനിത് മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽ ആവശ്യമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇത് 3 കേട്ടോ. ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ യെല്ലോ ആണ് കേട്ടോ. യെല്ലോ ജോർജറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സെയിം ടോണിലുള്ള കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ബീഡ്സ് ആണ്. റെഡ് കളർ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. അപ്പോൾ നീഡിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ് എന്ന് പറയുമ്പോൾ നോർമൽ നമ്മൾ സ്വിങ് ത്രെഡില്ലേ, നോർമൽ നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ത്രെഡ് ഏതാണോ അത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ്. നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എവിടെയൊക്കെയാണോ ഈ റൗണ്ട് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് ഈ ഷുഗർ ബീഡ് വെച്ച് ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ സെൻറ്ററിലായിട്ടൊരു ഷുഗർ ബീഡ് കൊടുക്കുന്നുണ്ട്. അതിന് കവർ ചെയ്യുന്ന രീതിയിൽ എത്ര ഷുഗർ ബീഡാണോ വേണ്ടത് അത് എടുക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ ഷുഗർ ബീഡ് എന്ന് പറയുമ്പോൾ ഒത്തിരി ചെറുതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഷുഗർ ബീഡിൻ്റെ വലുപ്പം അനുസരിച്ച് എത്രയാണ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാനിവിടെ 7 ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷുഗർ ബീഡ് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് ഫിക്സ് ആയിരിക്കണമെങ്കിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ മറക്കരുതേ. ഇതുപോലെ തന്നെയാണ് ഈ റൗണ്ട് ഫുള്ളും നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അധികം ഗ്യാപ്പില്ലാത്ത രീതിയിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ സർക്കിൾ ഉണ്ടല്ലോ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു സർക്കിൾ ഫുള്ളും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുക കേട്ടോ, ഷുഗർ ബീഡ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണോ ഇതുപോലെ റൗണ്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിനുള്ളിലെല്ലാം ഇതുപോലെ തന്നെ ചെറിയ ഫ്ലവർ ചെയ്തെടുക്കുക. നമുക്ക് ഫുള്ള് ചെയ്തിട്ട് നോക്കാവേ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, നമ്മളിതുപോലെ ഈ റെഡ് കളർ ഷുഗർ ബീഡ് വെച്ച് ഫ്ലവേഴ്സ് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ എല്ലാം ഈ വലിയ റൗണ്ട് വരച്ചിട്ടില്ലേ, അവിടെ ഫുള്ളും നമ്മൾ ഈ റെഡ് കളർ ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ലീവ്സ് ആണ് ചെയ്യേണ്ടത്. ഈ ഫ്ലവേഴ്സിൻ്റെ മിഡിലായിട്ടും ഈ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ടൊക്കെ നമ്മൾ കുറച്ച് ലീവ്സ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ സെൻറ്ററിലൊരു ഷുഗർ ബീഡ് കൊടുത്ത് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഒരു റെഡ് കളർ ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ചെയ്തിട്ട് അതിന് ചുറ്റിനും ആൻറ്റിക് കട്ട് ബീഡ് വെച്ചിട്ടും യെല്ലോ കളർ കട്ട് ബീഡ് വെച്ചിട്ടും നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കുന്നത്.
ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ചുറ്റിനും കവർ ചെയ്ത് ഈ ലീവ്സ് ചെയ്തെടുക്കേണ്ടത്. നമുക്കത് ഫുള്ള് ചെയ്തിട്ട് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ലീഫ് ഇതുപോലെയാണ് വരുന്നത്. സെൻറ്ററിലൊരു റെഡ് കളർ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അതിന് കവർ ചെയ്യുന്ന രീതിയിൽ 8 പെറ്റലുള്ള ഒരു ലീഫാണ് ചെയ്തിരിക്കുന്നത്, ഫ്ലവർ പോലെ. അതിൽ 4 എണ്ണം നമുക്ക് കൊടുത്തേക്കുന്നത് ആൻറ്റിക് ഷെയ്ഡിലെ കട്ട് ബീഡ് വെച്ചിട്ടും 4 ലീഫ് കൊടുത്തേക്കുന്നത് നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളർ യെല്ലോ വെച്ചിട്ടുമാണ് കേട്ടോ. ഇതുപോലെ തന്നെയാണ് ബാക്കി പോർഷനിൽ നമുക്ക് ഇതുപോലെ ലീഫ് ചെയ്തെടുക്കേണ്ടത്. ഈ റൗണ്ട് പോർഷൻ വന്നിരിക്കുന്നതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഇതുപോലെ ലീഫ് ചെയ്യുക, പിന്നെ താഴത്തും ചെയ്ത് പോരുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ ലീഫ് ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിതുപോലെ റെഡ് കളർ ഷുഗർ ബീഡ് വെച്ച് സ്പ്രെഡിങ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ, റൗണ്ട് വരച്ചിരുന്ന ആ പോർഷനിലെല്ലാം നമ്മൾ ചെറിയ ചെറിയ ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ടും ടോപ്പിലായിട്ടും നമ്മൾ ലീഫ് ചെയ്തിട്ടുണ്ട്. ലീഫിൻ്റെ സെൻറ്ററിലായിട്ടും ചെറിയൊരു ഫ്ലവർ ചെയ്തിട്ടാണ് നമ്മളൊരു 8 പെറ്റിലുള്ള ഫ്ലവർ പോലെ ലീഫ് ചെയ്തെടുത്തേക്കുന്നത്. അതിൻ്റെ താഴത്ത് വരുന്ന ലീഫ് മാത്രം കുറച്ച് ലെങ്ത് കൂടുതലാണ്. അതിൽ നമ്മൾ ചെറിയൊരു റെഡ് കളർ ഫ്ലവറും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾ ഓവർ ഫുള്ള് സ്പ്രെഡിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും നമ്മുടെ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഇതൊരു ഹൽദി കോസ്റ്റ്യൂമായിട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ അത് നമ്മൾ വീഡിയോ ചെയ്തപ്പം കുറച്ച് ലേറ്റായിട്ടുണ്ട്. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു യെല്ലോ കളർ ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്കണേ. sncreationsbythahisaif എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.